ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് രണ്ട് രീതിയിലുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. പിന്നെ ഈ ഒരു ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെയും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുഴുക്കലരിയുടെ ചോറ്, മട്ട റൈസ് ഇല്ലേ, അതിൻ്റെ ചോറ് വേണമെങ്കിൽ എടുക്കാം. ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചോറ് അധികം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് നമ്മൾ സാധാ ചോറ് പോലെ വാർത്തെടുത്തിട്ട് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വേവ് അധികം കൂടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെന്തിട്ടുള്ള ചോറാണ്. അപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 കപ്പോളം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെ ചോറുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കേക്ക് ഉണ്ടാക്കിയ ചോറായിരുന്നു. അപ്പോൾ അധികം വേവ് കൂടിയത് കൊണ്ട് പിന്നെ നമ്മൾ നോമ്പ് കഞ്ഞി, ഇങ്ങനെ ഉലുവ കഞ്ഞിയൊക്കെ ഉണ്ടാക്കൂലേ, ജീരകക്കഞ്ഞി, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. പിന്നെ ഈ ഒരു ബാക്കി വന്ന ചോറ് കൊണ്ട് ഞാൻ പുട്ട്, അതുപോലെ പത്തിരിയൊക്കെ മുമ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ചോറ് വേവിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ഇതിലോട്ട് നമ്മൾ കുറച്ച് ചപ്പാത്തി മാവ്, ചപ്പാത്തിപ്പൊടിയും കൂടെ ചേർത്ത് കുഴച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ടൊക്കെ അരച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ചോറിൻ്റെ തരിയൊന്നും ഒട്ടും ഉണ്ടാകരുത്. അപ്പോൾ അത്രയും നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചപ്പാത്തിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ, പിന്നീട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് എത്രയാണ് ചേർത്ത് കൊടുത്തതെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ലൂസാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചപ്പാത്തി പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ട് ആ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു പരുവയില്ലേ, അത്രത്തോളം വരുന്നത് വരെ ചപ്പാത്തിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. ഇതിന് ചപ്പാത്തിപ്പൊടി എത്രയെന്ന് കണക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ആ ഒരു മാവില്ലേ, അത്രത്തോളം ആയി കിട്ടിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇത്ര കൂടുതൽ ചപ്പാത്തിയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചോറെടുക്കുന്നത് അത് അരച്ചെടുത്തിട്ട് പിന്നെ അതിലോട്ട് ചപ്പാത്തി മാവ് ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതിനൊരു കണക്കൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ. ഇതിപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ഡോ ആയി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 2.5 കപ്പോളം ചപ്പാത്തിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 കപ്പ് ചോറിന് 2.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനൊരു കണക്കൊന്നുമില്ല. നമുക്ക് ആ ഒരു ഇങ്ങനെ ഒരു ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവ് പോലെ തന്നെ. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ വേണമെങ്കിൽ തടവി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട്, അപ്പോൾ നമ്മൾ നോർമൽ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാനായിട്ടും അതുപോലെ ഞാൻ വേറൊരു രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു 1/4 ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു മാവിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചപ്പാത്തി വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ, കറിയൊന്നും ചേർക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന. അപ്പോൾ ഇതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞത്, ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1-2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കറിവേപ്പില, എല്ലാം കൂടെ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഇതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഇറ്റാലിയൻ സീസൺസ് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒറിഗാനോ, അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊന്നും ഇല്ലെങ്കിൽ ചെറിയ ജീരകം, ക്യൂമിൻ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ചെറുതായിട്ട് മാവൊന്ന് ലൂസായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണ് ചപ്പാത്തിപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ കേട്ടോ, എനിക്കങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി 1-2 ടേബിൾ സ്പൂണ്
ചപ്പാത്തി പൊടി ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പിന്നെ നമ്മളിത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു ബോൾസാക്കി എടുക്കുക, എന്നിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് അങ്ങനെ ഒരുപാട് തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല ഈ ഒരു ചപ്പാത്തി. ഇതിലോട്ട് നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ ചേർത്ത കൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി ബോൾസ് സാധാരണ ചെയ്യുന്നതിനേക്കാളും വലുതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒന്ന് പരത്തിയെടുക്കുക. നമുക്ക് നോർമൽ ചപ്പാത്തി ആണെങ്കിൽ ഞാൻ കാണിച്ച ആ ഒരളവിൽ നമുക്ക് 30 ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ചപ്പാത്തി ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 30 ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്കൊരു 20-25 ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞ പോലെ ഒരുപാട് അങ്ങനെ തിന്നാക്കി നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. പൊടിയൊക്കെ ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചപ്പാത്തി തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തിയിട്ടുമില്ല. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ നോർമൽ ചപ്പാത്തി, അപ്പോൾ അതും കൂടെ ഇതിലൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് ചുട്ടെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓരോന്നായിട്ട് എല്ലാ മാവും ഇതുപോലെ പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാന് നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു മസാല ചേർത്തിട്ടുള്ള ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഇത് സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം അപ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. നമ്മൾ നോർമലി ചെയ്യുന്ന ചപ്പാത്തി പോലെ അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് പൊള്ളി വരില്ല. പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ പൊള്ളി വന്നില്ലെങ്കിലും. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് കഴിക്കാനായിട്ട് കറിയൊന്നും വേണമെന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ മയോനൈസൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂടോടെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തിയാണ് കേട്ടോ ഇത്. പിന്നെ നേരത്തെ നമ്മൾ മസാലയൊന്നും ചേർക്കാതെ വെച്ചിട്ടുള്ള അതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചപ്പാത്തി നല്ലോണം പുള്ളി വരുന്നുണ്ട്. നമ്മൾ മസാല ചേർത്തിട്ടുള്ള ചപ്പാത്തിയാണ്, സവാളയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇങ്ങനെ പുള്ളി വരാത്ത. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തിയാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ചപ്പാത്തിയേക്കാളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, അത്രക്കും സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.